ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പാൽവാഴക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നല്ല സ്വാദോട് കൂടിയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചവ്വരി സാവോനരി എന്നൊക്കെ പറയില്ലേ, അത് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒരു 25 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെക്കണം. പെട്ടെന്ന് തന്നെ നമ്മൾ വേവിക്കുമ്പോൾ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുതിർത്ത് വെക്കുന്നത്. അതൊരു 25 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. പിന്നെ അതിക്ക് വേണ്ടത് വലിയ 2 നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴം തീരെ പഴുക്കാത്തതും ആവരുത്, നല്ല പഴുത്തതും ആവരുത് കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം സൈസിലുള്ളത് ഇത്ര കട്ടിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു പഴം 4 പീസാക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇനി ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചെടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്ത് കിട്ടുക. ഇതിന് ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. തോനെ നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ആ നെയ്യിൻ്റെ മാത്രം ഒരു കുത്തലയിക്കാരം ഇങ്ങോട്ട് കിട്ടൽ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് മാത്രം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ, എത്ര നെയ്യ് ഒഴിച്ച് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് ഞാൻ അതിൽ അണ്ടിപ്പരിപ്പ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കളർ അങ്ങോട്ട് ഗോൾഡൻ കളറാക്കിയിട്ട് എടുക്കണില്ല. ഒരു പാകത്തിനുള്ളൊരു കളർ ഇത്രയും മതി കേട്ടോ. ഒരുപാട് കളറാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പാകത്തിന് എടുക്കുന്നത്. അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ വീട്ടിലുള്ളവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ പാകത്തിന് വറുത്തെടുക്കുക. അതിൽ തന്നെ മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ആകെ ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കൂടുതലൊന്നും നെയ്യ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതിലും കൂടുതൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആകെ ആ 1.5 ടേബിൾ സ്പൂൺ നെയ്യിൽ തന്നെയാണ് 3 സാധനങ്ങളും വഴറ്റിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ മുന്തിരി വഴറ്റിയെടുത്തതിലേക്ക് തന്നെ ഞാൻ പഴം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 2-3 മിനിറ്റ് വാട്ടിയെടുക്കണുള്ളൂ കേട്ടോ. അത് നല്ലോണം കളറ് മാറാനൊന്നും നിൽക്കണില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് മാറ്റിയെടുക്കണം കേട്ടോ. ഇനി ഇതേ പാൻ തന്നെ അടുപ്പത്തേക്ക് വെച്ചെടുക്കണം കേട്ടോ. നമുക്ക് ചവ്വരി വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ 1/2 ഗ്ലാസ് ചവ്വരിക്ക് നമ്മൾ ചവ്വരി എന്ന് പറഞ്ഞാൽ ചിലർ സാബൂനരി അങ്ങനെയൊക്കെയാണ് പറയല്. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് സാബൂനരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത്. ഇത് നല്ല കറക്റ്റ് ആയിരിക്കാറ്. ഞാൻ ചെറിയ കുഞ്ഞു മുത്തുമായിരത്തെ ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഒന്നുകൂടി കാണാനും ഭംഗി അതാണ് കേട്ടോ. ടേസ്റ്റൊക്കെ വലിയ അരിയായാലും ചെറിയ അരിയായാലും ഒക്കെ ടേസ്റ്റൊക്കെ സെയിം തന്നെ ആയിരിക്കാറും. പക്ഷെ കാണാനൊരു ഭംഗി എന്ന് പറഞ്ഞത് ഈ കുഞ്ഞു മുത്തുമായിരത്തെ ഇത് കാണാൻ വെന്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. നമ്മൾ 10-25 മിനിറ്റ് സോക്ക് ചെയ്തിട്ടിട്ടുള്ള സാധനമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. നമുക്കിത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും കേട്ടോ. നമുക്ക് ഉള്ളിൽ കൂടി ഇങ്ങനെ നോക്കിയാൽ കാണുന്ന മാതിരി ആയി വരും, നല്ല ഗ്ലാസ് മാതിരി ആയി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളമൊന്നും ഒഴിവാക്കിയിട്ട് വാർത്തെടുക്കുക, അരിച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പാലിലിട്ട് കുറുക്കിയെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. നമുക്ക് പാൽവാഴക്ക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഒരു കുറുന്നനുള്ളൊരു ടെക്സ്ചറിലാണല്ലോ കിട്ടൽ. ചിലവർക്ക് ഇത് ഒരുപാട് കട്ടിക്കായിട്ട് പാൽവാഴക്ക ഉണ്ടാക്കലുണ്ട്. എനിക്ക് അങ്ങനെ ഉണ്ട്, ഒരുപാട് കട്ടിയായിട്ട് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ് കൂടുതൽ കുറുക്കിയെടുക്കലോ അല്ലെങ്കിൽ ഒരു പായസത്തിൻ്റെ ടെക്സ്ചറിലാക്കി എടുക്കലൊക്കെ കേട്ടോ. എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു മാരിട്ടോ. അപ്പോൾ ഞാനത് ചവ്വരി അതിൻ്റെ ശേഷം അത് ഇറക്കി വെച്ചിരിക്കണം. ഇനി വേറൊരു പിന്നെ പാൻ അടിച്ചിട്ടോ. ഇതിൻ്റെ മോളാണ്, അതുകൊണ്ടാണ് ഈ കയ്യിൻ്റെ ആക്ഷനൊക്കെ വരുന്നത് കേട്ടോ. അവളാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കി പഠിക്കട്ടെ എന്ന് പറഞ്ഞിക്കാണ്ട് അവൾ വാങ്ങിയിട്ട് ഉണ്ടാക്കട്ടോ. അപ്പോൾ ഞാനും വിചാരിച്ചാൽ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് അവളെ ഏൽപ്പിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അവൾ പാലിൻ്റെ പാക്കറ്റ് പിഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് തുള്ളിയും എന്താ പറയുക പാനിൽ ഉറ്റണത് വരെ പിഴിഞ്ഞെടുത്തിക്കണം കേട്ടോ. അങ്ങനെ 2 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് തേങ്ങാപ്പാലിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 2ൽ ഉണ്ടാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പാൽ ഒരുപാട് തിളപ്പിക്കരുത്. ഒരുപാട് തിളച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പിരിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്ന് ചൂടായി കിട്ടിയാൽ മതി, പാൽ തിളക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇതേമാതിരി തന്നെ പാലൊന്ന് ചൂടായാൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾക്ക് എത്രയാണോ മധുരം ഇഷ്ടം അതിനനുസരിച്ച് നമ്മളെ വീട്ടിലുള്ളവരുടെ മധുരത്തിൻ്റെ ടേസ്റ്റ് നമുക്കെല്ലാം അറിയുള്ളൂ. ചിലവർക്ക് ഒരുപാട് മധുരം ഉള്ളതാവും ഇഷ്ടം, ചിലവർക്ക് കുറച്ച് മധുരമാവും ഇഷ്ടം. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ.
അപ്പോൾ ഞാനൊരു 2 പാക്കറ്റ് പാലിക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ പഞ്ചസാര നല്ലോണം ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം തന്നെ പാല് തിളക്കാൻ നിന്നിട്ടില്ല, പഴം വാട്ടി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പഴം വാട്ടി വെച്ചതും പാലിലൊന്ന് കിടന്നിട്ട് നല്ലോണം ഈ തിളങ്ങനെ വരുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ അരികിലൂടെയൊക്കെ ഈ ബബിൾസൊക്കെ ആയി വരുന്ന ആ ടൈമിൽ ഞാനിതപ്പോൾ ചവ്വരി വേവിച്ചത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, ഇത് ഊറ്റിയെടുക്കാനും പിന്നെ ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് അങ്ങനെ ആക്കിയെടുക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. നമ്മൾ പായസത്തൊക്കെ ഇടുമ്പോൾ അങ്ങനെ ചെയ്യലുണ്ട്, വേറെ പലഹാരങ്ങൾക്കൊക്കെ കേട്ടോ. ഇപ്പോൾ അതുമാതിരി ഞാൻ ചെയ്യണില്ല. അപ്പോൾ ഈ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ ഈ ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ എൻ്റെ പാത്രം ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ചവ്വരിയും കൂടി ഒഴിച്ചെടുത്തപ്പോൾ അത് ഫുള്ളായിപ്പോയി. പിന്നെ നമുക്ക് ഇളക്കാനൊന്നുള്ളൊരു സ്പേസ് കിട്ടണില്ല. അപ്പോൾ ഞാനിതൊന്ന് മാറ്റിയിട്ട് ഉരുളിയിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ആയാസത്തിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുമല്ലോ. അപ്പോൾ ഞാനിത് ഉരുളിലേക്ക് ഇട്ടിട്ട് ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണമെന്ന് പറയണത് കേട്ടോ. ഒരുപാട് സംസാരിച്ച് വന്നപ്പോൾ തൊണ്ടയ്ക്ക് ചെറിയൊരു കിച്ചിട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂണോളം ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏലക്കാപ്പൊടി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. എന്തിൻ്റെ ടേസ്റ്റാണോ ഇഷ്ടം അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് ആവശ്യത്തിന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും ഒന്നും കൂടി കട്ടിയായിട്ട് വരും കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്ര ഒരു തിക്നെസ്സിൽ മതിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇതിലും കട്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കുറുക്കിയെടുക്കുക, ആവശ്യത്തിനുള്ള കട്ടിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പാൽവാഴക്ക ഉണ്ടാക്കുന്ന റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ് കേട്ടോ ഞാൻ. അപ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആ ബെൽ ബട്ടണും കൂടി ഓളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. വീഡിയോ കാണുന്ന ഓരോരുത്തരും ഞാനിത് പറയുന്നത് കേൾക്കുമ്പോഴെങ്കിലും ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു പാത്രത്തേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒന്നും കൂടി, ഇതിപ്പോൾ നല്ല ചൂടോടെയാണ് എടുത്ത് വെക്കുന്നത്. ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ചും കൂടി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സാധാ വീട്ടിലേക്ക് ഇതാക്കണം, ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ മേലെ എല്ലാ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ടിട്ട് വിളമ്പാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.